2020 ലോകകപ്പ് ഫൈനൽ ഇന്ന് നടക്കാൻ പോവുകയാണ്. ഇന്ത്യയും ന്യൂസിലാൻഡും കിരീടത്തിനായി പോരടിക്കുമ്പോൾ വാശിയേറിയ പോരാട്ടം പ്രതീക്ഷിക്കാം. ആരാവും ചാമ്പ്യന്മാരാകുക എന്നറിയാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. ഫൈനൽ പോരുമുറുകുമ്പോൾ ഇന്ത്യയുടെ പ്രതീക്ഷകളിലേറെയും സഞ്ജു സാംസൺ എന്ന പേരിലേക്കാണ്. സഞ്ജുവിന് ചിറകിലേറി ഇന്ത്യക്ക് ലോകകപ്പ് കിരീടം നേടാനായാൽ അത് ചരിത്രത്തിലെ അവിസ്മരണീയ നിമിഷമായി മാറും. മൂന്നാമത്തെ T20 ലോകകപ്പ് കിരീടം ഇന്ത്യ മോഹിക്കുമ്പോൾ കന്നി ലോകകപ്പിലേക്കാണ് കിവീസ് ലക്ഷ്യം വെക്കുന്നത്. ഇതുവരെയും ഒരു പരമ്പരയിലും തോൽവിയേറിയാത്ത സൂര്യകുമാർ യാദവ് T20 ലോകകപ്പ് കിരീടവും ഇന്ത്യക്ക് നേടിക്കൊടുക്കുമെന്ന് കരുതാം. എന്നാൽ ഫൈനലിന് തൊട്ടു മുമ്പ് സഞ്ജു സാംസൺ 2020 ഇന്ത്യയുടെ അടുത്ത നായകനാവുമെന്ന റിപ്പോർട്ടുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ചയാവുകയാണ്. സൂര്യകുമാർ യാദവ് 2020 ലോകകപ്പിന് ശേഷം നായകസ്ഥാനം ഒഴിയുമെന്നും പകരം പുതിയ ക്യാപ്റ്റൻ ഇന്ത്യയുടെ T20 ടീമിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ടുകൾ. ഇതിലേക്ക് സഞ്ജു സാംസണിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു കേൾക്കുന്നത്. സഞ്ജു സാംസണെ ഇന്ത്യൻ ടീമിന്റെ നായകനാക്കണമെന്ന് പറയാൻ ആരാധകർ എത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം സഞ്ജുവിന്റെ നായകനുള്ള അനുഭവ സമ്പത്താണ്. IPL രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ നിലയിൽ ഏറെ നാൾ കളിച്ച അനുഭവ സമ്പത്തുണ്ട് സഞ്ജുവിന്. രാജസ്ഥാനെ കിരീടത്തിലെത്തിക്കാനായില്ലെങ്കിലും ഫൈനലിലെത്തിക്കാൻ സഞ്ജുവിന് സാധിച്ചു. അതുകൊണ്ട് തന്നെ സഞ്ജുവിന് ഇന്ത്യയുടെ T20 നായകനാവാനുള്ള അർഹതയുണ്ടെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജു ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിലാണ്. അടുത്ത സീസണിൽ സഞ്ജു CSK നായകസ്ഥാനത്തേക്കും കൊണ്ടുവന്നേക്കും. അതുകൊണ്ട് തന്നെ സഞ്ജുവിനെ ഇന്ത്യയുടെ ക്യാപ്റ്റനാക്കണമെന്നും ഇത് അനുയോജ്യ സമയമാണെന്നും ആരാധകർ പറയുന്നു. രണ്ടാമത്തെ കാര്യം മുന്നിൽ നിന്ന് നയിക്കാനുള്ള കഴിവാണ്. സഞ്ജുവിൻ്റെ സ്ഥിരത പലപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന വിഷയമാണ്. എന്നാൽ പ്രധാന സാഹചര്യത്തിൽ മുന്നിൽ നിന്ന് നയിക്കാൻ സഞ്ജുവിന് സാധിക്കും. രാജസ്ഥാൻ റോയൽസിനൊപ്പവും ഇന്ത്യൻ ടീമിനൊപ്പവും സഞ്ജു സാംസൺ പലവട്ടം മാച്ച് വിന്നറായിട്ടുണ്ട്. ഇപ്പോൾ 2020 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ നിൽക്കുന്നതിന് കാരണം സഞ്ജു സാംസൺ എന്ന് നിസ്സംശയം പറയാം. മൂന്നാമത്തെ കാര്യം സഹതാരങ്ങളുള്ള മികച്ച ബന്ധമാണ്. ഒരു നല്ല ക്യാപ്റ്റന് സഹതാരങ്ങളുടെ മികച്ച ബന്ധം കാത്തു സൂക്ഷിക്കാനും മത്സരത്തിൻ്റെ സാഹചര്യത്തിനനുസരിച്ച് തീരുമാനമെടുക്കാനും സാധിക്കണം. സഞ്ജുവിന് അത് സാധിക്കുമെന്ന് നിസ്സംശയം പറയാം. എല്ലാ താരങ്ങളെയും സഞ്ജു ഒരുപോലെ ചേർത്ത് നിർത്തുന്നു. പ്രതിസന്ധികൾ വീണു പകർത്തുന്ന സ്വന്തം കരിയർ കൊണ്ട് സഞ്ജു സന്ദേശം നൽകുന്നു. എന്നാൽ സഞ്ജുവിനെ ഇന്ത്യ നായകനാക്കുള്ള സാധ്യത വിരളമാണെന്ന് തന്നെ പറയാം. കാരണം 3 ഫോർമാറ്റിലും ഒരു നായകൻ എന്നതാണ് ഇന്ത്യയുടെ പൊതുവെയുള്ള ശൈലി. നിലവിലെ ഇന്ത്യയുടെ ടെസ്റ്റ് ഏകദിന നായകനായ ശുഭ്മാൻ ഗില്ലിനെ സൂര്യകുമാറിന് ശേഷം ഇന്ത്യ 2020 നായകസ്ഥാനത്തേക്കും കൊണ്ടുവരാനാണ് കൂടുതൽ സാധ്യത. BCCIയും സെലക്ടർമാരും ഗില്ലിനെ ഒരു ഓൾ ഫോർമാറ്റ് ക്യാപ്റ്റനായിട്ടാണ് കാണുന്നത്. ഇതിനകം തന്നെ ടെസ്റ്റ് ഏകദിന ടീമുകളുടെ ക്യാപ്റ്റനായി ഗിൽ ചുമതലയേറ്റ് കഴിഞ്ഞു. വെറും 26 വയസ്സ് മാത്രമാണെന്നാൽ ദീർഘകാലം ടീമിനെ നയിക്കാൻ ഗില്ലിന് സാധിക്കും. നിലവിലെ കോച്ച് ഗൗതം ഗംഭീറിന് ഗില്ലിന്റെ കളിശൈലിയിൽ വലിയ താല്പര്യമുണ്ട്. എന്നാൽ 2020 ഗില്ലിന്റെ സ്ട്രൈക്ക് റേറ്റ് പലപ്പോഴും വിമർശിക്കപ്പെടുന്നുണ്ട്. IPLിലൂടെ തന്റെ നായക മികവ് തെളിയിച്ച ശ്രേയസ് അയ്യരാണ് സാധ്യതയുള്ള മറ്റൊരു താരം. ക്യാപ്റ്റൻസിയിൽ ഗില്ലിനേക്കാൾ ഒരുപടി മുന്നിലാണ് അയ്യറെന്ന് പല മുൻതാരങ്ങളും വിശ്വസിക്കുന്നു. IPLിൽ ഡൽഹി ക്യാപിറ്റൽസിനെയും പഞ്ചാബിനെയും ഫൈനലെത്തിച്ചും കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ കിരീടത്തിലേക്ക് നയിച്ചും അയ്യർ തന്റെ നായക മികവ് തെളിയിച്ചു. പ്രതിസന്ധി ഘട്ടങ്ങളിൽ ടീമിനെ മുന്നിൽ നയിക്കാൻ അയ്യർക്ക് പ്രത്യേകം കഴിവുണ്ട്. ചുരുക്കത്തിൽ BCCI ദീർഘകാലാടിസ്ഥാനത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ശുഭ്മാൻ ഗില്ലിന് മുൻഗണന നൽകും. എന്നാൽ ഉടനടി റിസൾട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ഒരു നായകനാണ് ആവശ്യമെങ്കിൽ ശ്രേയസ് അയ്യർ മികച്ച ഓപ്ഷനാണ്. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.